Hi everyone, welcome back to our YouTube channel, The Weird Medicos. അപ്പോൾ നമ്മളിപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റോപ്പിൽ ഇറങ്ങി. We are going to University of Georgia. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഇത് ജസ്റ്റ് ടെക്നിക്കലിൻ്റെ ജസ്റ്റ് ഒരു സൈഡ് വാക്കാണ്. അപ്പോൾ ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് എല്ലാം നടന്ന് ഇവിടുന്ന് ഒരു 10 minutes വാക്ക് ഉണ്ട്. ഐദർ യു ക്യാൻ ചൂസ് വാക്കിംഗ് ഓർ യു ക്യാൻ ചൂസ് എ ബസ്. അപ്പോൾ ഞങ്ങൾ വാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. സോ വിൽ ഗെറ്റ് എൻ ഐസ്ക്രീം ആൻഡ് വിൽ ഗോ ടു യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. വാങ്ങിച്ചു. ഇനി ഐസ്ക്രീം എല്ലാം കഴിച്ച് നമുക്ക് പോവാൻ. So hi everyone, this is the main building of University of Georgia, as you can see here. അപ്പോൾ ഈ ബിൽഡിങ്ങിലാണ് we have the library, we have the canteen and we also have the lecture halls. So the University of Georgia was originally started in 2004 and the medical faculty was started in 2016. ആൻഡ് ഇപ്പോൾ MCI ലിസ്റ്റ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. MCI റെക്കഗ്നൈസ്ഡ് ആണ് ആൻഡ് ഇറ്റ്സ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ബൈ WHO. ആൻഡ് ഇപ്പോൾ എക്രഡീഷൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ECFMG എക്രഡീഷൻസും ഈ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. ആൻഡ് ദ ഫീസ് പെർ സെമിസ്റ്റർ ഇസ് $3,000 USD. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 2 lakh സംതിങ് ആയിരിക്കും ഇന്ത്യൻ റുപ്പീസ്. ആൻഡ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി കൺവേർഷൻ റേറ്റ്. ഇനി നമുക്ക് കൂടുതൽ ഉള്ളിൽ പോയിട്ട് കാണാം. So this is the administration office of University of Georgia. We have to take a token from here and we have to wait for that token number. എന്നിട്ട് ആ നമ്പർ വരുമ്പോഴാണ് we have to go and talk to the persons there. നമ്മൾ ക്യാൻറ്റീനിലോട്ട് പോവാം. ക്യാൻറ്റീനൊക്കെ കാണാം. ഇവിടെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആയിരിക്കില്ല, പക്ഷെ എന്നാലും റൈസ് സം കൈൻഡ് ഓഫ് ബ്രെഡ് അതെല്ലാം അവൈലബിൾ. അപ്പോൾ നമ്മുടെ കൂടെ ഇവിടുത്തെ 2 സ്റ്റുഡൻസ് ഉണ്ട്. ഇത് ഫാരിസ്, ഇത് ഷെബീബ്. അപ്പോൾ നമുക്ക് ഇവരുടെ അടുത്ത് യൂണിവേഴ്സിറ്റിനെ പറ്റി ജനറൽ ആയിട്ടൊന്ന് ചോദിക്കാം. അപ്പോൾ ഫാരിസ് ഏത് സെമിസ്റ്ററാണ്? ഞാൻ ഇപ്പോൾ 4th സെം. ഷെബീബ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ് ഒക്കെ? ക്ലാസ് അടിപൊളിയാണ്. ഏതൊക്കെ സബ്ജക്ട്സ് അപ്പോൾ എടുക്കുന്നത് സെക്കൻഡ് ഇയർ? ഇപ്പോൾ സെക്കൻഡ് ഇയർ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ സെമ്മിൽ അനാട്ടമി, ഹിസ്റ്റോളജി, ഫിസിയോളജി ഉണ്ട്, പാത്തോളജി, ഇമ്മ്യൂണോളജി, ലാംഗ്വേജ് ഉണ്ടല്ലേ? പിന്നെ ലാംഗ്വേജ് പിന്നെ ഫസ്റ്റ് സെം മുതൽ ഇങ്ങനെ എടുത്ത് 4 സെമ്മിൻ്റെ ക്ലാസ്. എത്ര ലെവൽ വരെ ലാംഗ്വേജ് പഠിപ്പിക്കും ജോർജിയയിൽ? ഇവിടെ 4th ലെവൽ വരെ പഠിപ്പിക്കും. എക്സാംസ് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. MCQ ഉണ്ട്. ക്ലിനിക്കൽസ് നമുക്ക് OSCE ആയിട്ട് വരുന്നുണ്ട്. OSCE മീൻസ് പ്രാക്ടിക്കൽ. പിന്നെ അതേപോലെ എക്സാം റിട്ടേൺ ഉണ്ട്. MCQ ഉണ്ടാവും. ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ്. അപ്പോൾ ഇപ്പം നിങ്ങൾ എക്സാം കഴിഞ്ഞ് വരാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഓക്കെ. അപ്പോൾ ലെക്ചേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ക്ലാസ്സസും ക്ലാസ്സിൽ നമ്മൾ കുറേ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ടൈമിൽ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് അങ്ങനെ ക്ലാസ്. അപ്പോൾ സബ്ജക്റ്റ് ഒരു വീക്കിൽ 2 ക്ലാസ് ലെക്ചർ ഉണ്ടാവും, സെമിനാർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലെക്ചറുള്ള ക്ലാസ്സിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള സെമിനാർ നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഞങ്ങൾ ഫാരിസിനും ഷെബീബിൻ്റെ ഒക്കെ അടുത്ത് സംസാരിച്ച് ഞങ്ങൾ നടന്നിങ്ങ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൺക്ലൂഡിങ് വീഡിയോ ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് ഇതാണ് ടെക്നിക്കൽ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെ പാർക്സും ലൈക്ക് നല്ല ലൈവ്ലി ഏരിയ ആണ്. ഇപ്പോൾ ഇവിടെ നിന്നും ജസ്റ്റ് ഒരു 5 minutes 8 minutes വാക്കേ ഉള്ളൂ. പിന്നെന്താ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഐ തിങ്ക് ഐ ഹവ് ഇൻക്ലൂഡഡ് ഇൻ ദ വീഡിയോ. ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എക്സ്ട്രാ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.